ഞാൻ അന്ന് വരെ എന്നെ ആൾക്കാർ കാണുന്നത് ഈ പറഞ്ഞ സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ടും സുരേഷ് ഗോപി. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകൻ എന്നോട് വന്നിട്ടുണ്ട്, പണ്ട് അങ്കിളിൻ്റെ അച്ഛൻ്റെ പടം കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ അച്ഛനെ പിള്ളേരൊക്കെ തല്ലാൻ വരുമ്പോൾ ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കും. അപ്പോൾ അങ്കിള് വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സമാധാനമാണ്. അപ്പോൾ അങ്കിളുണ്ടല്ലോ എന്ന്. അപ്പം അവനോട് ഈയിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയായിരുന്നു പ്രേക്ഷകരെന്ന് കണ്ടത്. അങ്ങനെയുള്ള ഒരു ഇമേജ് മീൻസ് അങ്ങനത്തെ ഒരാളായിട്ട് എന്നെ പ്രേക്ഷകൻ കാണുന്നത്, ആ പ്രായവും ഒക്കെ. അപ്പം അങ്ങനത്തെ ഒരാൾ പെട്ടെന്ന് ഇയാളാണ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ മേക്ക് ബിലീഫാണല്ലോ ഈ സിനിമ, അഭിനയം ക്യാരക്ടർ മേക്ക് ബിലീഫാണ്. അതാണെന്ന് നമ്മൾ തോന്നിപ്പിക്കുക. സ്റ്റേജിൽ ആ കുഴപ്പമില്ല. നാടകം കാണാൻ വരുന്ന പ്രേക്ഷകൻ വെറും ബ്ലാങ്ക് ആയിട്ടാണ് വരുന്നത്. അവനാ അവിടെ വരുന്ന കഥാപാത്രത്തെ കാണുന്നുള്ളൂ. പിന്നെ ആ കഥാപാത്രത്തിൻ്റെ വളർച്ച എല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുക. അതൊരു ഗ്രാജുവൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ കണ്ടിന്യൂഷൻ ഉണ്ട്, ഇമോഷണൽ കണ്ടിന്യൂഷൻ ഉണ്ട്. ആ ക്യാരക്ടറിൻ്റെ വളർച്ച ഇതെല്ലാം പ്രേക്ഷകൻ നേരിട്ട് കാണും. അപ്പോൾ പ്രേക്ഷകൻ വിശ്വസിപ്പിക്കാൻ എളുപ്പമാണ്. സിനിമയിലല്ല, സിനിമ നടന്നുള്ള ഇമേജും കൂടെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം അഭിനയിക്കുന്ന ഒരാളായിരിക്കണം. അപ്പോൾ ആ ഇമേജിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ശരിക്കും പറഞ്ഞാൽ. അന്നേരം ശരിക്കും ഇപ്പം ഞാൻ പറയുന്നു, അത് ചെറിയ ഓവർഡൂ ഉണ്ട് അതിനകത്ത്, ശകലം. എന്ന് വെച്ചാൽ അയാൾ അങ്ങനെയാണെന്ന് വിശ്വസിക്കണമെങ്കിൽ അയാളെ നമ്മൾ സ്വപ്പം ഒരു പെർഫോമൻസ് ചെയ്യണം.